ഇന്ന് ഞാൻ ദേ പെയിന്റ് ചെയ്യാൻ പോവാണേ. ഓൾറെഡി ആരോ ഉണ്ടാക്കി വെച്ച നല്ലൊരു പ്രതിമയാണ്, ഗണപതിയുടെയാണ്. അതിന് ഞാൻ കളറടിച്ച് വേറൊരു രൂപം തന്നെ ആക്കുകയാണ്. അല്ല, ഗണപതിക്ക് കളർ കൊടുക്കുന്നത് അത്രേ ഉള്ളു സംഭവം. പക്ഷെ ഏതൊക്കെ കളർ കൊടുത്തു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ ആദ്യം തന്നെ അത് എടുത്തിട്ട് വൈറ്റ് കളർ, അക്കർലിക്കിന്റെ വൈറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. വൈറ്റ് കളർ പൊതുവെ ഞാൻ നോക്കി പലരുടെയും വീഡിയോസ്, അവരെല്ലാരും വൈറ്റ് ആദ്യം അടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ വൈറ്റ് അടിച്ചേക്കാം. അതുപോലെ തന്നെ വൈറ്റ് അടിച്ചില്ലെങ്കിൽ നല്ലൊരു കോട്ടിങ് കിട്ടത്തില്ല നമുക്ക് പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും. അത് ഞാൻ അതിന്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട്, ഇത് കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് ഇതുപോലെ ചോദിച്ചു, കളർ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കളർ കൊടുത്തേക്കാം. ആദ്യം ഈ പെയിന്റ് ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു, അതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ. കാരണം കുറേ നാളായി ഞാനത് പെയിന്റ് ഒക്കെ എടുത്തൊന്ന് ജസ്റ്റ് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഇത് എൻ്റെ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ബോട്ടിൽ പെയിന്റ് ഒക്കെ ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ പെയിന്റ് ഒന്നും യൂസ് ചെയ്തില്ല. അപ്പം അതെല്ലാം എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഞാൻ അതിൻ്റെ എന്തായാലും ഉള്ള കളറൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഫുൾ വൈറ്റ് കൊടുത്ത്, ഞാൻ പിന്നെ ആദ്യം തന്നെ താഴത്തെ ഭാഗമാണ് പെയിന്റ് അടിച്ച് ഉണക്കിയത്. കാരണം ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിലെ ഫ്രണ്ടിലെ ഭാഗം പെയിന്റ് അടിക്കുന്നത്. അതും ഫുൾ വൈറ്റ്, പൊടിയൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഫുൾ വൈറ്റ് അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അത്ര നന്നായിട്ട് പെയിന്റ് അടിക്കുന്ന ഒരു ആളോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അതിൽ എക്സ്പെർട്ടൊന്നും അല്ല. സാധാരണക്കാർക്ക് എങ്ങനെയൊക്കെ പെയിന്റ് അടിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഈ കുറ്റങ്ങളും എല്ലാം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. ഞാൻ പെയിന്റ് അടിക്കാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഓക്കെ ഫൈൻ, എൻ്റെ പെയിൻ്റൊക്കെ ഞാൻ അങ്ങനെ പെയിൻ്റ് അടിച്ച് പഠിക്കാം. അതേ ഗണപതി തന്നെ പെയിൻ്റൊക്കെ അടിച്ച് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് ഭയങ്കര ടാസ്ക് ആയിരുന്നു എനിക്ക്. ഗണപതിനെ ഞാൻ അത്ര വീക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഇല്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പെയിൻ്റ് അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ കുറേ പിൻട്രസ്റ്റിലൊക്കെ കുറേ ഫോട്ടോ ഒക്കെ നോക്കി. അത് ആലികയിലിരിക്കുന്ന ഗണപതിയും കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കളർ കൊടുക്കണം, എന്തൊക്കെയാണ് ഉദ്ദേശിക്കണത്, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പാടായിരുന്നു. അപ്പം സ്കിൻ കളർ ചെയ്യാൻ എൻ്റെ സ്കിൻ കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈറ്റ്, റെഡ്, യെല്ലോ ഇത് മൂന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേഷ്യോ ഒന്നും ഇല്ല കേട്ടോ, ചുമ്മാ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കി. എൻ്റെ ഉദ്ദേശത്തിനാണ് ഈ കളർ. എന്തായാലും വൈറ്റും റെഡും കൊടുത്താൽ പിങ്ക് ആവുമെന്ന് അറിയാം, പക്ഷേ സ്കിൻ കളർ അങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ റെഡും എല്ലാം കൊടുത്ത് ഓറഞ്ച് ആകുമെന്ന് എനിക്കറിയാം. അപ്പം ആ ഒരു രീതിയിൽ വൈറ്റൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോൾ ഇതിൽ നോക്കുമ്പോഴാണ് ഭയങ്കര ഡാർക്ക് ഓറഞ്ച് ആയിട്ട് തോന്നണത്, ഞാൻ എഡിറ്റിങ്ങിൽ കുറച്ച് കളർ കൂട്ടിയിട്ട്. അല്ലാണ്ട് ഉള്ളതിന് സാധാ സ്കിൻ കളറാണ്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഇച്ചിരി നോക്കി അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നോക്കിയാൽ മതി. കൂട്ടണമെങ്കിൽ ഇതുപോലെ ഡാർക്കായിട്ട് റെഡ് കൂട്ടുക, പിന്നെ ലൈറ്റ് ആക്കണമെങ്കിൽ ഇച്ചിരി വൈറ്റ് കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ റെഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എഡിറ്റിങ്ങിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം റെഡ് മനസ്സിലാവാത്തത്. പിന്നെ ഗ്രീൻ, വയലറ്റ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതിന് ഇച്ചിരി കളർ മാറ്റണം. എനിക്ക് തോന്നുന്നു പിന്നെ ഡ്രസ്സിങ് അറിയത്തില്ല, പാൻറ് പോലെ അങ്ങനെ തൽക്കാലത്തേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ വയലറ്റ് പോരാ, വയലറ്റ് ഒരു എന്താ പറയുക ഭംഗിയില്ല. സോ അതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രീൻ, 2 ടൈപ്പ് ഗ്രീൻ ഉണ്ടായിരുന്നു. ആ 2 ടൈപ്പ് ഗ്രീനും കൂടി ചെയ്തിട്ടാണ് ഞാൻ ആലിലേക്ക് കളർ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഗോൾഡൻ ഒന്നും ഉണ്ടായിരുന്ന സത്യത്തിൽ അതിനൊക്കെ കുറച്ച് ഗോൾഡനൊക്കെ കൊടുത്ത് സെറ്റ് ആക്കണമായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ചെയ്തു. ഗ്രീൻ, 2 കളർ ഗ്രീൻ ചേർത്ത് ഞാൻ ബാക്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് ഞാൻ പെയിന്റ് അടിച്ചത് താഴത്തേന്. കാരണം മുകളിലത്തെ എല്ലാം ബെസ്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേണമെങ്കിൽ ആദ്യം നമ്മൾ വൈറ്റ് അടിച്ച പോലെ തന്നെ ഗ്രീൻ കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷെ അങ്ങനെ കൊടുത്തില്ല, കാരണം എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു എന്താകും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഫ്രണ്ടിലെ ഭാഗമാണ് പെയിന്റ് അടിച്ച് കൊടുത്തത്. വേണമെങ്കിൽ ആലിലെ ഫുൾ കളർ അടിച്ചിട്ട് പ്രതിമ എന്ന് ഞാൻ തൽക്കാലം പറയുവാണ്, ഗണപതിക്ക് കളർ കൊടുക്കാം. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്രയും ടെക്നിക്കൽ ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ടൊന്നും പഠിച്ച ഒരു ആളല്ല. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നണതാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോ, എൻ്റെ ഇരിക്കുന്ന യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലൂറസൻ്റ് യെല്ലോ എന്ന് പറയുന്നത് ആ യെല്ലോ ആയിരുന്നു. ആ യെല്ലോയുടെ കൂടെ കുറച്ച് ഞാൻ റെഡൊക്കെ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് ഒരു കളറാക്കി. പിന്നെ വൈറ്റ് ഒക്കെ ചേർത്തായിരുന്നു കേട്ടോ, റെഡ് അല്ല സോറി വൈറ്റ് ചേർത്ത്. അപ്പോൾ ആ കളർ വേറെ ഒരു ടോണായി. അങ്ങനെ കൊടുത്തൊരു കളറാണിത്. അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡനിഷ് തോന്നട്ടെ എന്നൊക്കെ രീതിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറൊക്കെ കൂട്ടി ചേർത്ത് സെറ്റാക്കിയതാണ്.